ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അതൊക്കെയെന്ന് പറയുന്നത് ഒരു പ്രഹേളികയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന് അല്ലേ? കാരണം പണ്ട് കാലത്തെ പോലെയല്ല അണുകുടുംബാണെന്ന് എല്ലാവരും, കൂട്ടുകുടുംബമല്ല. ഇപ്പോൾ ഈ സമയത്താണ് കൂട്ടുകുടുംബത്തിൻ്റെ വില എല്ലാവരും മനസ്സിലാക്കുന്നത് അല്ലേ? കാരണം ഒരാളല്ലെങ്കിൽ ഒരാളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ആരെങ്കിലും പുറത്ത് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വന്നാലും പേടിക്കാനില്ല. ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടാവും. ഇന്ന് അണുകുടുംബമാണ്. അണുകുടുംബത്തിലാണെങ്കിലും പകലും ചിലപ്പോൾ മിക്കവാറും വീടുകളിൽ ആളുകൾ ഉണ്ടാവില്ല. ഒക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും അല്ലേ? ജോലിക്കാരായിട്ടും അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നവരായിട്ടും അങ്ങനെ. പിന്നെ മിക്കവാറും വീടുകളിൽ മക്കൾ നാട്ടിലല്ല വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പോകുന്നു. അതുകൂടെ നമുക്ക് ഇന്ന് ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ മറവി അങ്ങനെയുള്ള അസുഖങ്ങൾ, അതുപോലെ നമ്മൾ പണ്ട് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പലവിധ അസുഖങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ജനതയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ വാർദ്ധക്യത്തിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചിലപ്പോൾ നടന്നു എന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ നടന്നു എന്ന് വരില്ല. എത്രയായാലും നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തതുപോലെ അല്ലല്ലോ മറ്റൊരാൾ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാനൊന്ന് പങ്കുവെക്കണമെന്ന് മാത്രം. പ്രായമായ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ അവരെ നോക്കാൻ നാട്ടിൽ ഇല്ലാത്ത മക്കളാണ്, പുറം വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ നോക്കാനായിട്ട് നമ്മൾ ഹോം നേഴ്സിനെ ഏർപ്പാടാക്കും. അതിലവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കാലഘട്ടങ്ങൾ മാറി വരികയാണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങൾ മാറി വരുമ്പോൾ നമ്മൾ ഹോം നേഴ്സിനെയൊക്കെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഹോം നേഴ്സ് വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് പ്രായമാകുമ്പോഴായിരിക്കാം ജാതീയമായ ചിന്തകൾ, അല്ലെങ്കിൽ അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്തെന്നാ പറയുക, അവരുടെ തൻ്റെ ഇടം, ആ തൻ്റെ ഇടത്ത് കൂടെ ജീവിച്ചിട്ട് മക്കളാണെങ്കിൽ പോലും അവരെന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയുന്നതോ അവർക്ക് ഇഷ്ടാവില്ല. കാരണം മക്കൾ നിയന്ത്രിക്കുകയാണെന്നുള്ള തോന്നലാണ് അവർക്ക് വരിക. അപ്പോൾ പിന്നെ ഒരു ഹോം നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പറയാനുണ്ടോ? അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന പ്രായമായവരുണ്ട്. അപ്പോൾ നമ്മൾ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഒതുങ്ങണം. അല്ലെങ്കിൽ നമ്മൾ ഒരു കാലഘട്ടം പണ്ടത്തെ പോലെയല്ല. ഇന്ന് നമ്മുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ തന്നെ നമ്മൾ മാറ്റം വരേണ്ടതാണ് നമുക്ക്. കാരണം അവരുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്മൾ ജീവിച്ച പോലെ ആവില്ല. നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി, മക്കളുടെ കാര്യങ്ങൾ നോക്കി, വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത്, അപ്പോൾ ആ ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ ഒതുങ്ങിക്കൂടി നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കാതെയും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അസുഖം വന്നാൽ പോലും ഒരിക്കലും റെസ്റ്റ് എടുക്കാൻ പറ്റാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. ഇന്ന് ആണും പെണ്ണും തുല്യതയാണെന്ന് പറയുന്നവർ, ആ പെണ്ണ് പ്രസവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമാണ് ഇന്നത്തെ തലമുറ പറയുള്ളൂ. ബാക്കിയെല്ലാം ആണും പെണ്ണും ഒരുപോലെ പങ്കിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് പറയുക. അപ്പോൾ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടീനെ നോക്കേണ്ട ചുമതല രണ്ടുപേരും കൂടി ചെയ്യണം എന്നുള്ളതാണ്. അമ്മ പ്രസവിച്ച് പാല് കൊടുക്കും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അമ്മയോടൊപ്പം അച്ഛനും ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ അലിഖിത നിയമമാണ് കേട്ടോ. കാരണം ഈ കാലഘട്ടത്തിൽ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ കുട്ടീനെ കുളിപ്പിക്കുന്നതായിക്കോട്ടെ, കുട്ടീനെ ഡ്രസ്സ് ഇടിപ്പിക്കുന്നതായിക്കോട്ടെ, കുട്ടിക്ക് അപ്പി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റുന്നതായിക്കോട്ടെ, അതെല്ലാം അച്ഛന്മാർ ചെയ്യേണ്ട രീതിയാണ്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഞാൻ നമ്മൾ പുറത്ത് പോയ സമയത്ത് കുറച്ച് ചെറുപ്പക്കാർ സ്ത്രീകളിരുന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ പറയാണ്, അതിൽ 2-3 പേര്. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ അവിചാരിതമായത് കേട്ടതാണ് കേട്ടോ. അപ്പോൾ പറയാണ്, ആ കുട്ടി പറയാണ്, ഞങ്ങളങ്ങനെ തന്നെയാണ്. നമ്മൾ ആണും പെണ്ണും, ഞാനും ജോലി ചെയ്തിട്ട് തന്നെയാണ് ചെല്ലണത്. അപ്പോൾ ചേട്ടനും ജോലി ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ 2 പേർക്കും ജോലിയുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടിയുണ്ട്. അവരുടെ കുട്ടിക്ക് 5 വയസ്സായത്ര. അപ്പോൾ ആ കുട്ടിയുണ്ട്. കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഏട്ടനും നോക്കിക്കൂടെ? അപ്പോൾ അതുകൊണ്ട് കുളിപ്പിച്ച് കൊടുക്കലും കാര്യങ്ങളും ഡ്രസ്സ് ഇടിപ്പിക്കലൊക്കെ ഏട്ടൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. പണ്ട് നമ്മുടെ ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുത്താൽ പോലും അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മളത് മണിക്കൂറുകളോളം അടിമയെ പോലെ നിന്നാലാണ് ചിലപ്പോൾ ചായ മേടിച്ച് കുടിക്കുള്ളൂ കേട്ടോ. ഇതങ്ങനെയല്ല. ചായ വേണമെങ്കിൽ അവരുണ്ടാക്കി കുടിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് കുടിക്കും. അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പോൾ അത് ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് മനുഷ്യനും മാറ്റം വരും. അപ്പോൾ അതിൽ നമ്മൾ മാറാത്തത് നമ്മുടെ തെറ്റാണ്. മറ്റുള്ളവരെ നമ്മളതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ നമ്മുടെ മക്കളെ വിളിച്ചാലും ആ മക്കൾ തന്നത് എന്താ വെച്ചാൽ നമ്മൾ മിണ്ടാതെ കഴിച്ച്, നമുക്ക് വിശപ്പുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക, നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം നമുക്കുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ മെഡിസിൻ ആണെങ്കിലും നമ്മുടെ ആരോഗ്യമാണെങ്കിലും നോക്കേണ്ട കടമ നമുക്കുണ്ട് കേട്ടോ. അത് നോക്കാത്തടത്തോളം കാലം അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളത് ഉൾക്കൊണ്ട് വേണം ജീവിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ.
അപ്പോൾ ചിലവരുണ്ട് എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുത്താലും ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ പ്രായമായവരെ അങ്ങനെ നോക്കിയിട്ടുണ്ട്, അപ്പോൾ അതുപോലെ എന്നെ നോക്കണില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ തലോടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പണ്ട് കാലം കൂട്ടുകുടുംബമായിരിക്കുന്ന കാലത്ത് അതൊക്കെ നടക്കും. കാരണം നമുക്ക് ഒരാൾ അടുക്കളപ്പണി ചെയ്യാണ്ടാവും, ഒരാൾ പുറം പണി ചെയ്യാണ്ടാവും, അതും അല്ലെങ്കിൽ വീട്ടിൽ വേറെ പണിക്കാരുണ്ടാവും. പണ്ട് കാലത്ത് ഇഷ്ടം പോലെ പണിക്കാരുണ്ടാവും, തോട്ടം തിരിക്കാനും തേവാനും, അതുപോലെ തന്നെ അടുക്കള പണികൾ പച്ചക്കറി അരിഞ്ഞു കൊടുക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ അവരൊക്കെ സഹായിക്കുന്നത് കാരണം കൂട്ടുകുടുംബം ആവുമ്പോഴും ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ടും അസുഖമായിട്ട് കിടക്കുന്ന ഒരാളുടെ കൂടെ ഇരിക്കാനായിട്ട് ഒരാളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ തൈലം തേച്ച് കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ കൈ തരിക്കണു കാല് തരിക്കണു പറയുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കാനായിട്ടുണ്ടായിരിക്കും. ഇന്നൊക്കെ അണുകുടുംബങ്ങളാണ്, ഇന്ന് അങ്ങനെയൊന്നും കിട്ടില്ല. അപ്പോൾ പ്രായമായ നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെയ്ത് കിട്ടുന്നത് തന്നെ സന്തോഷം എന്ന് ചിന്തിക്കണം. 3 നേരം നമുക്ക് ചൂടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ചായ കാപ്പി അല്ലെങ്കിൽ വെള്ളം ആയെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ കിട്ടിയത് പോരാ, ഉണ്ടാക്കിയത് പോരാ, കിട്ടുന്ന ഭക്ഷണത്തിൽ സ്വാദില്ല, ഉപ്പില്ല, എരിവില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ പിന്നെ തിരിഞ്ഞു നോക്കില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം. നമ്മളൊരു 10-40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മളതൊക്കെ ശ്രദ്ധിക്കാൻ വേണം കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞു ജോലി സംബന്ധമായിട്ട് നമ്മളും ജോലിക്ക് പോകുന്ന സമയത്ത് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് പ്രായമായവർക്ക് വേണ്ട രീതിയിലൊക്കെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടായിരിക്കും പോവുക. എന്നിട്ട് നമ്മൾ ജോലി കഴിഞ്ഞ് വന്നാൽ വീണ്ടും നമ്മൾ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇന്നത്തെ കുട്ടികളല്ല, അവർക്ക് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണമാണ്. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളുണ്ടാക്കുന്ന പോലെ നമ്മുടെ സാധാരണ ഫുഡൊന്നും ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. അവർ നൂഡിൽസോ അല്ലെങ്കിൽ ചോക്കോസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളായിരിക്കും. അപ്പോൾ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്തിരി കഞ്ഞി കിട്ടിയാലും മതി. ആ കഞ്ഞി മിണ്ടാതെ ഇരുന്നിട്ട് വല്ല അച്ചാറും കൂട്ടിയിട്ട് കുടിക്കായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പ്രായമായിട്ട് വരുമ്പോൾ നമ്മൾ കണ്ണില്ല, കാതില്ല, വായില്ല എന്ന് വെച്ചിട്ട് ഇരിക്കണേ വേണം. നമ്മൾ കുരങ്ങന്മാരുടെ ചിത്രം കാണില്ലേ, കണ്ണും ചെവിയും വായും പൊത്തിയിട്ട് അതുപോലെ നമ്മൾ ഇരിക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ കണ്ടതും നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അരോചകമായിട്ട് തോന്നിയിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒന്നാമത് അവരത് കേട്ട് കഴിഞ്ഞാലും മൈൻഡ് ചെയ്യൂല കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ പലതും കണ്ടില്ലയെന്നും കേട്ടില്ലയെന്നും നടിച്ച് വേണം നമ്മളുടെ 10-40 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പഠിക്കേണ്ട ഒരു പാടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യാത്ത പക്ഷം നമ്മൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ പ്രായം കൂടി വരികയാണ്, അസുഖങ്ങൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് 10-90 വയസ്സായാലും കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ 10-70 വയസ്സായ നമ്മുടെ അമ്മമാർക്കൊക്കെ 10-70 വയസ്സായാലും കുഴപ്പമില്ല. നമുക്ക് 10-40 വയസ്സ് കഴിയുമ്പോഴത്തേനും അസുഖങ്ങളാണ്. അപ്പോൾ നമുക്ക് അസുഖങ്ങളുടെ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് അസുഖങ്ങളും കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ മിണ്ടാണ്ടിരുന്ന് അതനുസരിക്കാൻ തന്നെ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. കാരണം ഇനി ഇതിലും കൂടുതൽ നമുക്ക് പ്രായമായി അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ അവരെ വെറുപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളാണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞാൽ അതിനൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയ്ക്ക് വയ്യ, എൻ്റെ അമ്മേനെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ ആയിക്കോളണമെന്നില്ല എനിക്ക് പ്രായമാകുമ്പോൾ. അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുക വേണം. പിന്നെ എന്ത് കണ്ടാലും നമ്മൾ തൃപ്തിയില്ലാതെ ജീവിക്കരുത്. കാരണം കിട്ടിയത് സന്തോഷം അല്ലെങ്കിൽ കിട്ടിയതിൽ നമ്മൾ തൃപ്തിയായിട്ട് ജീവിക്കണം. അതുപോലെ നമ്മൾ കഴിഞ്ഞു പോയ കാലത്ത് നമുക്ക് പലതും ഉണ്ടായിരിക്കാം. സാമ്പത്തികമായിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ ആരോഗ്യപരമായിട്ടാണെങ്കിലും നമുക്ക് എന്തും ചെയ്യാനുള്ള കഴിവും അല്ലെങ്കിൽ എന്തും നമുക്ക് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരിക്കാം. ആ സ്വാതന്ത്ര്യം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും. പ്രായം ചെല്ലുന്തോറും നമുക്ക് പല അസുഖങ്ങളെ കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ടാവും, ഇതെല്ലാം നമുക്കുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പെരുമാറുക. നമുക്ക് പ്രായം കടന്നു പോയി അല്ലെങ്കിൽ നമ്മൾക്ക് പ്രായം ഇത്രയായി, ഇന്നൊക്കെ 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് മരിക്കാതെ നമ്മൾ ജീവിക്കാച്ച ഭാഗ്യമെന്നാണ് പറയുന്നത്. കാരണം 60 വയസ്സായ ഒരാളുടെ അത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പണ്ട് 120 വയസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് എന്തെന്നെ ആയാലും അതിനോടനുസരിച്ചിട്ട് പോവുക. നമ്മൾ മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തറുതല പറയാനോ അല്ലെങ്കിൽ ആ മക്കളോട് നമ്മൾ എതിർത്ത് സംസാരിക്കാനോ നിന്നിട്ട് കാര്യമില്ല. കാരണം വെറുപ്പ് സമ്പാദിക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്കൊരു ഗുണമില്ല കേട്ടോ. കാരണം നമ്മളെ നോക്കാൻ അവർ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ എന്ത് കാര്യത്തിനും ഏതിനും നമ്മളൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമ്മളെ ബാധ്യതകൾ വെച്ചാൽ കടങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മളെല്ലാം നോക്കിയും കണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായമായി. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ ഏൽപ്പിക്കുക. കാരണം ഒരു വീടിൻ്റെ ആധാരം അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. ഞാൻ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലില്ല, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം ഒരു മക്കളെ ഏൽപ്പിച്ച് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും
പ്രായം ചെല്ലുന്നത് നമ്മൾ എത്ര ജോലിക്കാരാണെങ്കിലും നമ്മൾ ആ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നും, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരും. ഇപ്പം പലർക്കും കാണുന്ന ഒരു രോഗമാണ് മറവി. പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് മറവി വരും, തീർച്ചയായിട്ടും വരും. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്തായാലും എല്ലാവർക്കും വന്നു പോകുന്നത് നമ്മുടെ ഭക്ഷണ രീതികളുടെ വ്യത്യാസങ്ങളും കാര്യങ്ങളെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ തൻ്റെ അടുത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മുടെ മക്കളെ ഏൽപ്പിക്കാനായിട്ട് അത് ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിയുണ്ടാക്കിയത് അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ തന്നെ ചെയ്യണമെന്ന് ഛടിച്ചിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഓർമ്മ പോയി അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്തൊരു കാലം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്കറിയില്ല. അപ്പോൾ ഒരുവിധം അല്ലെങ്കിൽ നമ്മളൊരു ഡയറി എല്ലാം എഴുതി വയ്ക്കുക. ഇന്ന മാതിരി ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരണാനന്തരമെങ്കിലും അത് നമ്മുടെ മക്കൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മക്കൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ പരമാവധി ആരെടുത്തെങ്കിലും പണം കടം മേടിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്കത് അറിയാം, മക്കൾക്കറിയാം. നമുക്കൊരു ഓർമ്മ പോയാലും നമ്മുടെ മക്കൾക്കത് അറിയുമല്ലോ. അപ്പോൾ അതിനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് വെച്ചിട്ട് നമ്മൾ വേറെ വല്ല ഭാഷയിൽ എഴുതി വെക്കേണ്ട കേട്ടോ. മലയാളികളാണ് നമ്മുടെ മക്കൾ. ഇന്നത്തെ മക്കൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷും തമിഴൊക്കെ അറിയുണ്ടാവും, എന്നാലും ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഭാഷയിൽ തന്നെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ പ്രായമായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ ഇനിയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണ രീതി നമുക്ക് നമ്മുടെ മക്കളുടെ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, എങ്കിലും കിട്ടിയത് നമ്മൾ കഴിക്കുക. നമുക്ക് നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുക. മെഡിസിൻ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ സമയത്ത് കഴിക്കാനായിട്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ കുളി, നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ എല്ലാം നമ്മൾ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നടത്തം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക. എന്തെങ്കിലും വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. കഴിയുന്നതും മറ്റൊരാളെ ആശ്രയിക്കാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമാണ് കേട്ടോ. എപ്പോഴും എനിക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ എന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മക്കുറവും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയും വന്നു ചേരും. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഭാരമായിത്തീരും. നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായിത്തീരുമ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ അവർ ബുദ്ധിമുട്ടില്ലാതെ നോക്കും. അതിനുശേഷം എല്ലാവർക്കും ദേഷ്യമാവും. അപ്പോൾ കിടപ്പാണെങ്കിൽ പോലും അല്ലെങ്കിൽ നോക്കുന്ന ആൾക്കാണെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടായിത്തീരും. അതുപോലെ ഒരു ഹോം നേഴ്സിനെ വെച്ചാലും നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഹോം നേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറ്റൊരു വ്യക്തി അതുപോലെ തന്നെ ചെയ്തു തരണം എന്നില്ല. അപ്പം നമ്മുടെ ഇഷ്ടം പോലെ ആവില്ല മറ്റൊരാൾ ചെയ്തു തരുമ്പോൾ. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ ഉണ്ടെങ്കിലും അതെല്ലാം ആ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ശരി, എങ്ങനെയെങ്കിലും ഇങ്ങനെ കാര്യം നടക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് ജീവിക്കുക. അല്ല നമ്മൾ ആ പോരായ്മകൾ എടുത്ത് കാണിച്ച് എപ്പോഴും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഹോം നേഴ്സുമാരെ മാറ്റി വെക്കാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മക്കളാണെങ്കിലും വേണമെങ്കിൽ തിന്നാൽ മതി, വേണമെങ്കിൽ കുടിച്ചാൽ മതി വെച്ചിട്ട് നമ്മൾ തന്നെ റൂമിലിട്ടിട്ട് വെക്കും. അപ്പോൾ അതിനൊക്കെ ഭേദം എന്താ, സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് വീടിൻ്റെ ഉമ്മറത്തൊക്കെ വന്നിരിക്കാനും കാര്യങ്ങൾക്കും സ്വസ്ഥമായിട്ടിരിക്കാനും അവർ തരുന്നത് മിണ്ടാതെ കഴിച്ച് ഇരിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രായമായി വരുന്ന സമയത്ത് ഇനിയുള്ള കാലത്തുള്ളവരുടെ കാര്യം പറയുന്നത് കേട്ടോ. ഇനി പ്രായമായി വരുമ്പോൾ ഇനിയുള്ള കാലത്തുള്ളവർ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വീണ്ടും കാണാം. ബൈ, സി യു.